ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. കേസിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് സംബന്ധിച്ച് പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ദുരിതാശ്വാസ നിധി വിതരണത്തെക്കുറിച്ചും സഭയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. 2011-16 കാലഘട്ടത്തിൽ ഉത്തരവായിട്ടും തുക ലഭിക്കാത്ത 29,930 അപേക്ഷകളിൽ 2016 അധികാരമേറ്റ LDF സർക്കാരാണ് 36 കോടി രൂപ അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സമാഹരിച്ച തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന ആദ്യ ധാരണയിൽ നിന്ന് മാറി ഇരു പാർട്ടികളും സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം അരങ്ങേറി. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നും വേണമെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കാമെന്നുമായിരുന്നു സ്പീക്കർ AN ഷംസീറിന്റെ നിലപാട്. സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി രംഗത്തെത്തി. പയ്യന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായി മർദ്ദനമേറ്റ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതാണെന്നും എന്ത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് തള്ളിയതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനെ ചൊല്ലിയുണ്ടായ വാഗ്വാദങ്ങൾക്കൊടുവിലാണ് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയത്.